ഭയങ്കര പല്ലുവേദനയായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്ത പല്ലുവേദന. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ദന്തിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ അൻവിക്കുട്ടിയുണ്ട്. അങ്ങനെ പല്ലൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ അത് പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ ഒരു കൂൾബാറിൽ കയറി അവിടെ നിന്നൊരു ഷവർമ കഴിച്ചു. പിന്നെ കുഞ്ഞിക്കൊരു ബൺ മസ്ക വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അത് അവൾ കഴിച്ചൊന്നുമില്ല. പിന്നെ ഒരു ചായയും കുടിച്ചു. അതിനുശേഷം നമ്മൾ നേരെ പോയത് റെഡ് മൂൺ ബീച്ചിലേക്കാണ് കേട്ടോ. റെഡ് മൂൺ ബീച്ച് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലുള്ള ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമില്ലേ, അത് തന്നെ. അപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഇലക്ഷൻ ഡേ അല്ലേ. പക്ഷേ അവിടെ നിറച്ച ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഊഞ്ഞാലിരുന്നപ്പോൾ അവൾക്ക് അതിൽ നിന്ന് ഇറങ്ങാനേ മനസ്സില്ല. അതിൽ നിന്ന് ഇരുന്ന് ആടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ പട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പട്ടം പറത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പട്ടം വാങ്ങിച്ചു. അത് കുറേ സമയം പറത്തി കളിച്ചു. അതിനുശേഷം കുറച്ച് നേരം കടലിലേക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ആൾക്ക് കടലിനെ ഭയങ്കര പേടിയാണ്. അതൊരു കണക്കിന് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു റൈഡിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പൈസയൊക്കെ കൊടുത്ത് ഇരുത്തി. പക്ഷേ ഇരുന്നില്ല. അങ്ങനെ പൈസ റീഫണ്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കാസാഡൈനിൽ പോയിട്ട് നല്ലൊരു മന്തി വാങ്ങിച്ചു കേട്ടോ, അൽഫാം മന്തി. ആക്ച്വലി നമ്മൾ രണ്ടുപേരും കുഴിമന്തി ഫാനാണ് അൽഫാം മന്തിനെക്കാളും. പക്ഷേ അവിടെ കുഴിമന്തി കിട്ടാൻ കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അൽഫാം മന്തി വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഒരു ലൈമും കൂടെ കുടിച്ചു. പിന്നെ അൻവിക്കുട്ടിയും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കാൻ മാക്സിമം നോക്കി. അപ്പോൾ അവൾ വേണ്ട, അവൾ സ്വയം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.